അമേരിക്കൻ ഭൂഖണ്ഡത്തെയാകെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഹൗസാങ് 17 ICBM എന്ന മാരക ആയുധവുമായി ഉത്തര കൊറിയയും ലോകം മുഴുവൻ ചുട്ടരിക്കാൻ ശേഷിയുള്ള റഷ്യയുടെ സാത്താൻ 2വുമായി പുടിനും DA-41 ICBM എന്ന മാരക ആയുധവുമായി ചൈനയും ഇറാനെ ഇങ്ങനെ കാത്തു രക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക? പറഞ്ഞു വരുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ പറ്റിയാണ്. ഇറാനിനെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയാണ്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നു എന്നതിനെ പറ്റിയാണ്. കഴിഞ്ഞ 3 വർഷമായി ലോകത്ത് നടക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ആയുധബലം നൽകിയ രാജ്യമാണ് ഇറാൻ. അമേരിക്കയുടെ ആജ്ഞ അനുസരിച്ച് കഴിയുന്നില്ല എന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാട്ടി ലോകം നടപ്പിലാക്കിയ ഉപരോധങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിട്ടവർ. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഉത്തര കൊറിയയും ചൈനയും കൂടി ചേർന്നതോടെ അമേരിക്കൻ വിരുദ്ധ ചേരി വളരെ ശക്തരായി മാറിയിരിക്കുകയാണ്. അവരെയാണ് ഇന്ന് അമേരിക്കയും ആത്മമിത്രമായ ഇസ്രായേലും നേരിട്ടത്. ഇറാനെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ഒക്കെ കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞു. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ന് ഇറാൻ. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി 10,000 കണക്കിന് ഡ്രോണുകളാണ് ഇറാൻ റഷ്യക്ക് നൽകിയത്. ഇതിനു പകരമായി ഇറാൻ റഷ്യക്ക് എന്തൊക്കെയാണ് കൊടുത്തത് എന്ന കാര്യം ലോകത്തിന് ഇന്നും അറിയില്ല എന്നതാണ് സത്യം. അമേരിക്ക ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞപ്പോഴും നെഞ്ചു വിരിച്ചു നിന്ന ഇറാൻ അമേരിക്കയുടെ ഭീഷണി സ്വീകരിക്കുന്നതായാണ് നമ്മൾ കണ്ടത്. ഇതോടെയാണ് അമേരിക്കയ്ക്ക് റഷ്യ എന്തായിരിക്കും ഇറാന് നൽകിയിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ ലോകം റഷ്യയെ ഉപരോധിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒക്കെ തന്നെ കൂടെ നിൽക്കാൻ മനസ്സു കാണിച്ച രാഷ്ട്രം കൂടിയാണ് ഇറാൻ എന്നത് ഓർക്കണം. സമാന സ്ഥിതിയിൽ 2 കൂട്ടർ ഒന്നിക്കുക. മാത്രവുമല്ല, ഇതിനോടകം തന്നെ അമേരിക്കയുടെ ഗുഡ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ചൈനയും ഉത്തര കൊറിയയും കൂടി ആ സംഖ്യത്തിലോട്ട് എത്തിയപ്പോൾ അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും അമേരിക്കയുടെ ശിങ്കിടിമാർക്കും ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ പറ്റാത്ത വലിയ ശക്തിയായി അവർ പരിണമിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അവരോടാണ് ഇന്ന് ഇസ്രായേൽ വെല്ലുവിളിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഈ സംഖ്യത്തിൻ്റെ നിലപാടുകൾ പ്രകടവുമാണ്. റഷ്യക്ക് നിർണായക സൈനിക വിതരണക്കാരനാണ് ഇറാൻ. യുക്രൈൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന 100 കണക്കിന് ഷാഹിദ് സീരീസ് ഡ്രോണുകൾ നൽകിയത് ഇറാനായിരുന്നു. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യയിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്ലാമിക റവല്യൂഷണൽ ഗാർഡ് കൂപ്പ് സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഡ്രോൺ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ക്രമയിൽ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. സൈനിക സഹായത്തിനുമപ്പുറം ഇറാന്റെ പിന്തുണയും വ്യാപകമായിരുന്നു. റഷ്യ അപലപിക്കുന്ന UN പ്രമേയങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുകയും പാശ്ചാത്യ ആക്രമണത്തിനെതിരായ പ്രതിരോധ നടപടിയായി അധിനിവേശത്തെ രൂപപ്പെടുത്തുകയും നയതന്ത്ര പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത രാഷ്ട്രമാണ് ഇറാൻ. പലപ്പോഴും റഷ്യക്ക് നിർണായകമായ സൈനിക വിതരണക്കാരനായിട്ടാണ് ഇറാൻ വന്നിട്ടുള്ളത്. നയതന്ത്ര പിന്തുണയിൽ നിന്ന് നേരിട്ടുള്ള സൈനിക സഹായത്തിലേക്ക് ഉത്തര കൊറിയയുടെ ഇടപെടലുകളും വളർന്നിരുന്നു. അതായത് റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ഉത്തര കൊറിയ എങ്ങനെയാണ് റഷ്യയെ സഹായിച്ചത് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഉത്തര കൊറിയയിലെ ചുണക്കുട്ടികളാണ് യുക്രൈനിലെ സൈനികർക്ക് വലിയ ഭീഷണിയായി മാറിയിരുന്നത്. പോങ്യാങ് റഷ്യക്ക് ദശലക്ഷക്കണക്കിന് ബീരങ്കി ഷെല്ലുകളും ബാലിസ്റ്റിക് മിസൈലുകളും നൽകിയിട്ടുണ്ടായിരുന്നു. ഉത്തര കൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് വിന്യസിച്ചിട്ടുണ്ടെന്നും ചിലർ യുക്രൈൻ യുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പരസ്പര പ്രതിരോധ വ്യവസ്ഥ ഉൾപ്പെടുന്ന 2024 ഒരു ഉടമ്പടിയിൽ ഔപചാരികമാക്കിയ വിശാലമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായിരുന്നു ഈ സൈനിക പിന്തുണ. പാശ്ചാത്യ ഉപരോധങ്ങളുടെ ആഘാതം ലഘൂകരിക്കാൻ ചൈനയാകട്ടെ റഷ്യക്ക് ഗണ്യമായ സാമ്പത്തിക സാങ്കേതിക പിന്തുണയും നൽകിയിട്ടുണ്ട്. റഷ്യയിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയിൽ മൈക്രോ ചിപ്പുകൾ, ഡ്രോൺ ഘടകങ്ങൾ, യന്ത്രോപകരണങ്ങൾ തുടങ്ങി ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുന്നു. അവ റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തിൽ നിർണായകവുമാണ്. ചൈന നേരിട്ട് മാരകമായ സഹായങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും അതിൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ചൈനയുടെ നിലപാട് ഒരു സന്തുലിത നടപടിയിലൂടെയാണ് വിശേഷിക്കപ്പെടുന്നത്. അമേരിക്ക ഇതുവരെ ഇസ്രായേലിനു വേണ്ടി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും അമേരിക്കൻ ചേരിയുടെ വലിയ സാങ്കേതിക സഹായങ്ങൾ അവർക്ക് തീർച്ചയായും ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. എന്നാൽ ഇറാനിനെ സംബന്ധിച്ച് ആ രാജ്യം ഒറ്റയ്ക്കാണ് പോരാടുന്നത്. സ്വയം നിർമ്മിച്ച ആയുധങ്ങളും മരണത്തെ ഭയക്കാത്ത സൈന്യവുമാണ് ഇറാന്റെ പ്രധാനപ്പെട്ട കരുത്ത്.
ഈ കരുത്തിലേക്ക് റഷ്യയിൽ നിന്നെത്തിയ ആയുധങ്ങൾ കൂടി ചേരുമ്പോൾ ഇറാൻ കൂടുതൽ കരുത്ത് ആർജിക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ചൈനയുടെയും സൈന്യം അവർക്ക് അരികിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ഡ്രോണുകൾ നൽകിയ ഇറാന് അത്യാധുനിക ആയുധ ശേഖരങ്ങൾ നൽകിയാണ് റഷ്യ സഹായിച്ചത് എന്നാണ് മൊസാദ് ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത്. ഇറാന്റെ ആത്മവിശ്വാസം കൂടാൻ ഇതൊരു പ്രധാന കാരണമാകാൻ തന്നെയാണ് സാധ്യത. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാനെ പോയി ചൊറിഞ്ഞതിൽ നാണം കെട്ടിയിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. ആർക്കും തടക്കാൻ കഴിയില്ലെന്ന് അവർ ലോകത്തെ വിശ്വസിപ്പിച്ചിരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടാണ് ഇറാന്റെ പ്രതികാര നടപടി ഇസ്രായേലിൽ എത്തിയത്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ ഉടനീളം പതിച്ചതും അങ്ങനെയാണ്. ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന് ഇറാൻ സൈന്യവും വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേൽ ആക്രമണങ്ങളെയും യുവസമ്മർദ്ദത്തെയും ചെറുക്കാനുള്ള ഇറാന്റെ കഴിവ് ശക്തിപ്പെടുത്തുന്നതിനായി റഷ്യ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് S-300 പോലുള്ളവ, നിരീക്ഷണോപകരണങ്ങൾ, സൈബർ ഇന്റർ പിന്തുണ എന്നിവ നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ നടപടികളെ അപലപിക്കുകയും ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നയതന്ത്ര പരിരക്ഷയും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചൈന നേരിട്ട് ആയുധങ്ങൾ കൈമാറുന്നില്ലെങ്കിലും വലിയ സഹായം ഇറാന് നൽകിയിട്ടുണ്ട്. ഇറാന്റെ പ്രതിരോധ വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന ഇരട്ട ഉപഭോഗ വസ്തുക്കൾ, അതായത് മൈക്രോ ചിപ്പുകൾ, സെൻസറുകൾ, ജാമറുകൾ എന്നിവ കയറ്റുമതികൾ ചെയ്യുന്ന രാഷ്ട്രമാണ് ചൈന. കൂടാതെ മേഖലയിലെ US സ്വാധീനം പരിമിതപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. അടുത്തത് ഉത്തര കൊറിയയാണ്. ചരിത്രപരമായി തന്നെ ഇറാനെ രഹസ്യമാർഗങ്ങളിലൂടെ ആയുധമാക്കുന്ന മിസൈൽ പ്രത്യേക പ്രവർത്തന വൈദഗ്ധ്യം നൽകി ഉത്തര കൊറിയയും ഇറാനൊപ്പം അണിനിരക്കുന്നുണ്ട്. ഈ ത്രയങ്ങൾ ഒരുക്കിയ പത്മവ്യൂഹം ഭേദിച്ച് മാത്രമേ ഇറാനെ തകർത്ത് തരിപ്പണമാക്കുക എന്ന നിലപാട് ഇസ്രായേലിനും അതുപോലെ അമേരിക്കയ്ക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്തൊക്കെ തന്നെ ആയാലും, ആര് യുദ്ധം ജയിച്ചാലും തോറ്റാലും കുറെ നിരപരാധികളാണ് മരിച്ചു വീഴുന്നത്. ഏതായാലും യുദ്ധം കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.